നമസ്കാരം, ഞാൻ ഡോക്ടർ ശാലിനി കൃഷ്ണ. എല്ലാവർക്കും ഇപ്പോൾ ഒരുപാട് പേർക്ക് കാണുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ നെഞ്ചരിച്ചിൽ, പുളിച്ചത് കെട്ടൽ, അതുപോലെ അമിതമായിട്ടുള്ള ഗ്യാസ്, വയറ്റിന് ഭയങ്കര അസ്വസ്ഥത. ഇതൊക്കെ ഭക്ഷണം ആണ് പ്രധാന കാരണം. ഇത് ഗ്യാസ്ട്രൈറ്റിസ്, അസിഡിറ്റി എന്നൊക്കെ പറയും. ഇതിന് നമുക്ക് ഹോം റെമഡി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒന്നാമതായിട്ട് ജീരകവും കുരുമുളകും ചുക്കും ഇട്ടുള്ള ഒരു വെള്ളമാണ്. ഇതെങ്ങനെ തയ്യാറാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുക്കുപൊടി നമുക്കൊരു 1/2 ടീസ്പൂൺ എടുക്കുക, ജീരകം അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ എടുക്കുക, കുരുമുളക് പൊടിയും ഒരു നുള്ളു മാത്രം എടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടെ തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഗ്യാസും കുറയും, ദഹനവും നല്ല രീതിയിൽ മെച്ചപ്പെടും, വയറിൻ്റെ ആ ഒരു എരിച്ചിലും നല്ല രീതിയിൽ കുറയും. രണ്ടാമതായിട്ട് ഈ ഓമം ഇട്ട് വെള്ളമാണ്. ഓമം, അയമോദകം, അജ്വാൻ എന്നൊക്കെ പറയും. 1 ടീസ്പൂൺ ഓമം രാത്രി വെള്ളത്തിലിട്ട് അത് രാവിലെ തിളപ്പിച്ചിട്ട് ചൂടോടെ കുടിക്കുക. ഇതിൽ അസിഡിറ്റി കുറയും, സ്റ്റൊമക്കിൻ്റെ ആ ഒരു ലൈനിങ്ങിനെയൊക്കെ സൂത്തനിങ് ചെയ്യും. അടുത്തായിട്ട് നെയ്യാണ്. രാവിലെ വെറും വയറ്റിൽ ഒരു 1/2 ടീസ്പൂൺ ശുദ്ധമായിട്ടുള്ള നെയ്യ് കുടിക്കുക. ഇത് നമ്മുടെ ഒരു അൾസർ ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കും. അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ജീരകവെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 1 സ്പൂൺ ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം കുടിക്കുക. ഇത് നമ്മുടെ വയറ്റിലുള്ള ആ ഒരു ബ്ലോട്ടിംഗ് ഒക്കെ കുറയ്ക്കും, ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം രാത്രിയിൽ തൈര് ഒഴിവാക്കുക. ഗ്യാസ്ട്രൈറ്റിസ് ഉള്ളവർ രാത്രി തൈര് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. പകരം ഉച്ചയ്ക്ക് മോര് കഴിക്കുന്നത് നല്ലതാണ്. ഇനി പ്രധാനമായിട്ട് ഒഴിവാക്കേണ്ടത്, ഭക്ഷണത്തിൽ നിന്നൊക്കെ ഒഴിവാക്കേണ്ടത് കോഫിയാണ്. അതുപോലെ ആൽക്കഹോൾ, സ്മോക്കിംഗ്, സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കുക. ഈ എംപ്റ്റി സ്റ്റൊമക്കിൽ പെയിൻ കില്ലറൊക്കെ ഒഴിവാക്കാനും ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും ഫുഡൊക്കെ നല്ലോണം കൺട്രോൾ ചെയ്തിട്ട് ഒരു മാറ്റവും ഇല്ലെങ്കിൽ അതോടെ തന്നെ ഒരു ഡോക്ടറെ കാണാനും ശ്രമിക്കുക.